2025 നവംബർ മാസം 4-ാം തീയതി വിശ്വാസ തിരുസംഘം ദ ഡൈകാസ്ട്രി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത് പ്രസിദ്ധീകരിച്ച വിശ്വാസികളുടെ ജനതയുടെ മാതാവ് മാറ്റർ പോപ്പുലായി ഫിഡാലിസ് എന്ന പ്രബോധനപരമായ കുറിപ്പിലാണ് പരിശുദ്ധ മറിയത്തെ സഹരക്ഷക കോ റിഡംട്രിക്സ് എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞുള്ള വ്യക്തതകൾ സഭ നൽകിയിരിക്കുന്നത്. ഈ വ്യക്തതയിലൂടെ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ഐക്യം ശക്തിപ്പെടുന്നു. മറിയത്തെ ശരിയായ രീതിയിൽ ആദരിക്കുന്നതിലൂടെ സഭ എല്ലാ ഹൃദയങ്ങളെയും ലോകത്തിൻ്റെ പ്രകാശമായ യേശുക്രിസ്തുവിലേക്ക് കൂടുതൽ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ഒക്ടോബർ 7 മാർപ്പാപ്പ അംഗീകരിച്ചിരുന്നു. പരിശുദ്ധ മറിയത്തെ സഹരക്ഷക കോ റിഡംട്രിക്സ് എന്ന അഭിസംബോധന ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് സഭയുടെ വ്യക്തമാക്കലുകളിൽ വീണ്ടും ഇപ്പോൾ ഊന്നി പറഞ്ഞിരിക്കുകയാണ്. മനുഷ്യരാശിയുടെ ഏകരക്ഷകൻ യേശുക്രിസ്തു മാത്രമാണെന്ന സ്ഥിരമായ പ്രബോധനത്തെ ഈ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിക്കുന്നു. യോഹന്നാൻ 14:6. മറിയത്തിൻ്റെ മഹത്വം അതുല്യവും ഉന്നതവുമാണെങ്കിലും അത് എല്ലായ്പ്പോഴും ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനത്തിന് വിധേയമാണ്. മറിയം ആദ്യത്തെയും ഏറ്റവും വിശ്വസ്തയുമായ ശിഷ്യയായി നിലകൊള്ളുന്നു. നമ്മുടെ വീണ്ടെടുപ്പിനായി ജഡമെടുത്തു വന്ന പുത്രന് ഒരിക്കലും പക്ഷേ തുല്യമല്ല. മംഗളവാർത്ത സമയത്തെ ഇതാ ഞാൻ എന്ന ഉത്തരം വഴി മറിയം രക്ഷാകര ചരിത്രത്തിന് വഴിയൊരുക്കി. എന്നാൽ രക്ഷ പൂർണ്ണമായും കുരിശിലെ ക്രിസ്തുവിൻ്റെ യാഗത്തിൽ നിന്നാണ് ഒഴുകുന്നത്. തെറ്റിദ്ധാരണയോ പ്രബോധനപരമായ ആശയക്കുഴപ്പമോ ഒഴിവാക്കാൻ സഹരക്ഷക എന്ന പദം ഉപയോഗിക്കുന്നതിനെ സഭ ഇപ്പോൾ നിരുത്സാഹപ്പെടുത്തുന്നു. ഇത് വിശ്വാസികളുടെ ജീവിതത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ആരാധനയുടെ പരിശുദ്ധി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കത്തോലിക്കരായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ മറ്റ് സഭയിലുള്ളവർക്കും ക്രിസ്ത്യാനികളല്ലാത്തവർക്കും ഈ ഒരു പ്രബോധനം കൂടുതൽ വ്യക്തത നൽകുന്നുണ്ട്. എന്നിരുന്നാലും സഭ മറിയത്തെ അഗാധമായ സ്നേഹത്തോടും വണക്കത്തോടും കൂടി ആദരിക്കുന്നത് ഇപ്പോഴും തുടരുന്നു. പ്രബോധനപരമായി വിശ്വസ്തവും ആത്മീയമായി അനുയോജ്യവുമായ ഒരു വിശേഷണം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം. വിശ്വാസികളുടെ മാതാവ്, മദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ. ഈ വിശേഷണം മാതാവിൻ്റെ മാതൃപരമായ കരുതലിനെയും മാധ്യസ്ഥ സാന്നിധ്യത്തെയും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുമായുള്ള കൂട്ടായ്മയെയും പ്രകടിപ്പിക്കുന്നു.